തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. കബാലി എന്ന് വിളിക്കുന്ന കാട്ടാനയാണ് ആക്രമണം നടത്തിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വാഹനങ്ങൾക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ, ഇന്ന് ഉച്ചതിരിഞ്ഞാണ് കബാലി എന്ന് പറയുന്ന ഈ മേഖലയിലെ ഒറ്റക്കൊമ്പൻ ഒറ്റയാൻ റോഡിലിറങ്ങിയത്. റോഡിലിറങ്ങി നിലയുറപ്പിച്ചു. ആ സമയത്ത് അതുവഴി കടന്നുപോയ വാഹനങ്ങൾ 2 കാറുകൾക്ക് നേരെയാണ് കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരം. നമുക്കറിയാം, ഈ മേഖലയിൽ നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആനയാണ് കബാലി എന്ന് വിളിക്കുന്ന ഈ കാട്ടാന. അതിരപ്പള്ളിക്കും മലക്കപ്പാറയ്ക്കും ഇടയിലുള്ള അമ്പലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആന സ്ഥിരമായി ഇറങ്ങുന്ന ഒരു സ്ഥലം. അവിടെ തന്നെയാണ് ഇന്നും ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും ഈ നേരമായിട്ടും, അതായത് 7:30 മണി കഴിഞ്ഞപ്പോൾ ഈ സമയമായിട്ടും ആന ഇപ്പോഴും റോഡിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളാണ് റോഡിൽ ഈ ആന നിലയുറപ്പിച്ച മൂലം കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ KSRTC ബസ്സുണ്ട്, സ്വകാര്യ ബസ്സുണ്ട്, നിരവധി വിനോദ സഞ്ചാരികളൊക്കെ ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിരവധി വിനോദസഞ്ചാരികൾ അതിരപ്പള്ളിയിലേക്കും മലക്കപ്പാറയിലേക്കും ഒക്കെ പോയി വരുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ആന റോഡിൽ നിൽക്കുന്ന സമയത്ത് അതുവഴി കടന്നു പോകാൻ ശ്രമിച്ച 2 വാഹനങ്ങൾക്ക് നേരെയാണ് ആന ആക്രമണം അഴിച്ചുവിട്ടത്. ആ വാഹനങ്ങൾ അവിടെ നിന്ന് വേഗത്തിൽ എടുത്തു പോയതിനാൽ മറ്റ് പരിക്കുകളൊന്നും തന്നെ ആർക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഇരുഭാഗത്തും വാഹനങ്ങൾ ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. ആന കാട് കയറിയതിനു ശേഷമേ ഒരുപക്ഷെ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനാകൂ. കഴിഞ്ഞ ദിവസം വനവകുപ്പ് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് കബാലി നിലവിലിപ്പോൾ മതപ്പാടിലാണെന്നുള്ളൊരു വിവരമാണ് വനം വകുപ്പ് പ്രദേശത്തൊക്കെ മുന്നറിയിപ്പ് നൽകിയത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ ആന ഇത്രയും സമയം റോഡിൽ നിലയുറപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം. നേരത്തെ പലതവണ കബാലി മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അധികം നേരം, ഈ മണിക്കൂറുകളോളമായി ഇപ്പോൾ റോഡിൽ നിലയുറപ്പിക്കുന്നു. ഇത്ര സമയമൊന്നും മുൻപ് ഇറങ്ങിയ സമയങ്ങളിൽ റോഡിൽ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇപ്പോൾ മണിക്കൂറുകളോളമായി ആന ഇപ്പോഴും റോഡിൽ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് KSRTC ബസ്സിൽ വന്ന് ഇടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതേ കബാലി തന്നെയാണ്. ഈ മേഖലയിൽ നിരന്തരം കാട്ടാന ആക്രമണമുള്ള ഒരു പ്രദേശമാണ് അതിരപ്പള്ളി മലക്കപ്പാറ പാത. കഴിഞ്ഞ ദിവസമാണ് വലിയൊരു വാൻ, വിനോദസഞ്ചാരികൾ വന്ന വാൻ കേടായത് മൂലം വഴിയരിയിൽ ഒതുക്കിയിട്ടു. പിന്നീട് വാഹനം നന്നാക്കാനെത്തിയപ്പോൾ വാൻ കാട്ടാനക്കൂട്ടം തകർത്ത് ഇട്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പിന്നീട് ഉണ്ടായത്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വാർത്ത നൽകിയിരുന്നു. അത് സമാന രീതിയിൽ തന്നെ മറ്റൊരു വിനോദസഞ്ചാരികളുടെ കാറ് ആ ഭാഗത്ത് വെച്ച് തന്നെ കേടായതിനെ തുടർന്ന് വഴിയരിയിൽ ഒതുക്കിയിട്ടു. പിന്നീട് രാവിലെ കാറ് നന്നാക്കാൻ വേണ്ടി വന്ന സമയത്ത് ആ കാറും കാട്ടാനക്കൂട്ടം തകർത്ത നിലയിലുള്ള ഒരു സംഭവം കൂടി ഈ അടുത്ത് തന്നെയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മേഖലയിലെ നിരന്തരം പ്രശ്നക്കാരനായ കബാലി എന്ന് വിളിക്കുന്ന ഒറ്റയാൻ മണിക്കൂറുകളോളമായി റോഡിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ് അനീഷ്. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലാണ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കബാലി എന്ന് വിളിക്കുന്ന കാട്ടാനയാണ് ആക്രമണം നടത്തിയത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.